വെൽക്കം ബാക്ക് ടു ദി ഡിവൈൻ മെസ്സേജ് ഹെവൻ തോട്ട്സ്. ദൈവകരുണയുടെ ഛായാചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ദൈവമക്കളെ, നിങ്ങളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ, ഈ ദൈവകരുണയുടെ ഛായാചിത്രത്തിൽ ശരിക്കും അതിൻ്റെ ഒറിജിനൽ ഇമേജിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് കറുത്ത ബാക്ക്ഗ്രൗണ്ടാണ്. എന്തുകൊണ്ട് വെറുതെ ഒരു യാദൃച്ഛികമായിട്ട് വച്ചിരിക്കുന്നതല്ല ഈ കറുത്ത ബാക്ക്ഗ്രൗണ്ട്. കരുണയുടെ ചിത്രം എന്ന് പറയുന്ന ഒരു ഐക്കണാണ്. ഐക്കൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഓരോ പ്രോപ്പർട്ടീസും ഒരു മീനിങ് കൺവേ ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് കരുണയുടെ ചിത്രത്തിലെ കർത്താവിൻ്റെ നോട്ടം, അതുപോലെ തന്നെ കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്ന പ്രകാശരശ്മികൾ, കർത്താവ് ആശീർവദിക്കാനായി കൈ പിടിച്ചിരിക്കുന്ന രീതി, കർത്താവ് നടന്നു വരുന്ന രീതിയിലുള്ള ചിത്രീകരിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ കറുത്ത ബാക്ക്ഗ്രൗണ്ട്, കർത്താവ് ധരിച്ചിരിക്കുന്ന വെള്ള വസ്ത്രം, ഇതിനൊക്കെ ഒരു മീനിങ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കറുത്ത ബാക്ക്ഗ്രൗണ്ട് സൂചിപ്പിക്കുന്നത് മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. മരണത്തെ പരാജയപ്പെടുത്തി ഉദ്ധാനം ചെയ്ത കർത്താവിനെയാണ് കരുണയുടെ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്. സകലതും അവിടുത്തെ കാൽ കീഴിലാണ് എന്നുള്ളതാണ്. മരണത്തെ നിത്യമായി അവിടുന്ന് കീഴടക്കിയിരിക്കുകയാണ്. ഉദ്ധാന ദിവസം ഭയന്ന് കതകടച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് തൻ്റെ തിരുമുറിവ്, ഹൃദയത്തിലെ മുറിവ് കാണിച്ചു കൊടുക്കുന്ന രംഗമാണ് ഈ ചിത്രത്തിലുള്ളത്. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ ശിഷ്യന്മാരുടെ ലൈഫിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്ന അവരുടെ മുമ്പിൽ ഇരുട്ട് മാത്രമേ ഉള്ളൂ. അവർ ഭയന്ന് കതകടച്ചിരിക്കുക. എന്നാൽ ആ അന്ധകാരത്തിലാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിന് 4-5 വാക്യങ്ങളിൽ പറയുകയാണ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഭയന്ന് കതകടച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ മുമ്പിലേക്ക് കരുണയുടെ പ്രകാശവുമായി ഇറങ്ങി വരുന്ന കർത്താവ്, അത് അവരുടെ മനസ്സിൻ്റെ എല്ലാ നിരാശയെയും തുടച്ചു മാറ്റുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. എമൗസിലേക്ക് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാരെ നിങ്ങളൊന്ന് നോക്കിക്കേ. അവർ മ്ലാനവദനരായിരുന്നു, അവരുടെ മനസ്സ് നിറയെ ഇരുട്ടായിരുന്നു. എന്നാൽ അവിടേക്കാണ് കർത്താവ് കരുണാർദ്രനായി കടന്നു വരുന്നത്. അതുപോലെ കർത്താവിൻ്റെ വേർപാടിൽ മനം തൊന്നു കഴിയുന്ന ആ മഗ്ദലന മറിയം, അവരുടെ മനസ്സ് നിറയെ ഇരുളായിരുന്നു, നിരാശയുടെ ഇരുളായിരുന്നു. അവിടേക്കാണ് ഈശോ കടന്നു വരുന്നത്. ദൈവകരുണയുടെ ഛായാചിത്രം നമുക്ക് നൽകുന്ന രണ്ടാമത്തെ മീനിങ് എന്ന് പറയുന്നത്, കർത്താവ് നമ്മുടെ ജീവിതത്തിലെ ഏതൊരു ഇരുളിൻ്റെ നടുവിലും കർത്താവ് ഇറങ്ങി വരിക തന്നെ ചെയ്യും. അവിടുത്തെ ദൈവകാരുണ്യത്തിൻ്റെ പ്രകാശവുമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ധൈര്യമായിരിക്കുക. ഗാഡ് ബ്ലെസ് യു.